السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യരെ മരിച്ചാൽ പിന്നെ മയ്യിത്ത് എടുത്ത് പോകുമ്പോൾ കുറേ സംഭവങ്ങൾ ആ മയ്യിത്ത് കട്ടിലിൽ നടക്കണം. അത് എന്തിനെ ചെന്നിട്ട് നാം പഠിക്കണം. ഒന്നും രണ്ടാമത്തെ ഒരു വിഷയമായിരിക്കട് ചൊമ്മാൽമാരെ മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യൻ. മനുഷ്യക്ക് റൂഹ് ചൊല്ലതൊന്നുണ്ട്. റൂഹ് അതിലാണ് ഞങ്ങളിൽ റൂഹ് പോയെങ്കിൽ പിന്നെ മനുഷ്യൻ മരിപ്പാണ്. ഈ റൂഹ് പോണ്ടേ മരിച്ചാൽ പിന്നെ റൂഹ് എവിടേക്കിട്, അതിലെ ജാഗ എവിടെ? സാമാന്യമായിട്ട് ആൾമാരെ പണ്ടൊരു ക്വസ്റ്റ്യൻ, എവിടേക്കിട് മക്ക മരിച്ച ഞങ്ങളെ റൂഹ് എവിടേക്കിട്? ഇങ്ങനെ റൂഹിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും ആൾമാർ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കട്. ഇതിലെ വിഷയം ഞങ്ങൾ രണ്ടും നല്ലതുപോലെ ഞങ്ങൾ പഠിക്കണം. ചൊമ്മ ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളെ ഇബാദത്ത് ഞങ്ങൾ എല്ലാവർക്കും ഈ വിഷയങ്ങളെല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ വെച്ചെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും വലിയൊരു പ്രേരണയാണ്. അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഇഷ്ടപ്പെട്ട എന്ത് തപ്പാക്കുമ്പം എന്ത് വിഷയം പറയുമ്പം ഇതിൽപ്പെട്ട ചില വിഷയങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ ചൊല്ലുമ്പോൾ ഞങ്ങളുടെ സ്വഭാവ തന്നൊക്കെ സമയമുണ്ട് പണ്ട് സംശയമില്ല. കാരണം ഇതെല്ലാം ഹഖീഖിയായ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട വിഷയങ്ങളാണ്. ഇസ്ലാമികമായ കിതാബുകളിൽ ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിട്ടും മഹാന്മാരും പലതും ഉദ്ധരിച്ചിരിക്കുന്ന വിഷയമായിരിക്കട്. അപ്പോൾ ഒന്നാമത്തെ വിഷയമായിരിക്കട് റൂഹ് ഞങ്ങളെ എന്തായിരിക്കട്, ഒരു മയ്യിത്ത് കട്ടിലിൽ വെച്ചിട്ട് പുറത്തോണ്ട് പോകുമ്പോൾ മയ്യിത്തരെ ഞങ്ങൾ പുറത്തോണ്ട് പോകുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങൾ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു. ഇതാ ഉബിയത്തുൽ ജനാസ, ജനാസരെ വെച്ചെങ്കിൽ ജനാസാണ് ചൊല്ലുന്നത്. മയ്യിത്ത് കട്ടിലുള്ള ആ മയ്യിത്തിൻ്റെ പേരാണ് ജനാസാണ്ട്. മയ്യിത്ത് കട്ടിലിൽ വെച്ചപ്പാണ് ജനാസാണ് പണ്ട് പേര്. ഇല്ല മയ്യിത്ത് കട്ടിലിൽ വെച്ചെങ്കിൽ പിന്നെ മയ്യിത്തിൻ്റെ പേര് ജനാസാണ്ട്. അങ്ങനെ വെച്ചുണ്ടായെങ്കിൽ ആൾമാറതിരെ എടുത്തോണ്ട് പോകുമ്പോൾ ഫൈൻകാനത്ത് സ്വാലിഹ, നല്ല മയ്യിത്താണെങ്കിൽ നിസ്കരിക്കടെ, അള്ളാഹുടെ പേടിയുള്ള തഖ്വയുള്ള പള്ളിയുമായി ബന്ധം സ്ഥാപിക്കടെ, സ്വാലിഹായ മയ്യിത്ത് ഉണ്ടായെങ്കിൽ ആ മയ്യിത്ത് എടുത്ത പോകുമ്പമേ ചൊല്ലു ഖദ്ദിമൂനി ഖദ്ദിമൂനി, നന്റെ നിങ്ങൾ മുന്നലെടുത്ത പോരോ, നന്റെ നിങ്ങൾ മുന്നലെടുത്ത പോരോ. എന്തുകൊണ്ടിട്ടു ആശ കബർക്ക് എത്ര വേഗമാണ് എത്ര ആഖിറത്തെ ഭാഗത്തുകളാണ് എത്ര വേഗം എത്തട എൻ്റെ അടുത്ത് പോരോ. അതിനടുത്ത് എന്തിനെ മരിക്കുമ്പമേ സന്തോഷ വാർത്തകൾ കിട്ടിയിട്ടേത്ത്. അങ്ങനെ ദുനിയാവുടെ കാണ്ടി ഖൈറ് മരിപ്പാണ്. ദുനിയാവുടെ ഈ കഷ്ടങ്ങളും കൂടെ നരക്കങ്ങളും കൂടെ വഞ്ചനകളും കൂടെ ചതികളും ഇതേതും നമുക്ക് വേണ്ട. ഇതിനെ കാണ്ടി ഖൈറക്ക് മരിച്ചൽ പിന്നെ കിട്ടിയ സുഖങ്ങളാണ്. അത് ഓർത്തിട്ടു അത് അനുഭവിച്ചത് കൊണ്ടാണ് ചൊല്ലേ ഞങ്ങൾ വേഗെടുത്ത പോരോ ലേറ്റാക്കണ്ട. ആ മയ്യിത്ത് ബടക്ക് മയ്യിത്താണ്. ദുനിയാവിൽ അല്ലാഹുടെ ഓർമ്മയില്ലാണ്ട്, നിസ്കരിക്കാണ്ട്, റബ്ബുടെ പേടിയില്ലാണ്ട്, ഹറാമിയത്തിലായിട്ട് ജീവിച്ച മയ്യിത്ത് ഉണ്ടായെങ്കിൽ ഖാലത്ത്, ആ ജനാസ ചൊല്ലു യാ വൈലഹ, എന്തൊരു നാശമാണ്. ഐന തദ്ഹബൂന ബിഹാ, നീ എവിടെ എടുത്ത് പോയോണ്ടുള്ളേ, എന്തൊരു നാശം നീ ആക്കിയോണ്ടുള്ളേ ചെന്നിട്ടു അവിടെ ശാപ വെച്ച പോലെ മുണ്ടിയോണ്ടിക്കും മയ്യിത്ത്. ഒരു ചോദ്യമാണ്, ഇങ്ങനെ മുണ്ടുമ്പോ മുട്ടത്തുള്ളങ്ക് കേക്കില്ലേ? അതൊരു ലോകവേരമേ ആയിട്ട് കിടയ ഹബീബ് റസൂലുള്ളാഹി തങ്ങ ഗൈബിയായ വിഷയം, മറഞ്ഞ വിഷയം നല്ലതുപോലെ അർത്ഥാക്കിയ ഹബീബ് റസൂലുള്ളാഹി തങ്ങ ചൊല്ലു യസ്മഉ സൗതഹാ കുല്ലു ശൈഇ. ഈ ജനാസ എടുത്ത് പോകുമ്പോൾ മയ്യിത്ത് മുൻറെ ഈ പലകങ്ങളെ എല്ലാ വസ്തുക്കളും കേൾക്കുവാർ. ഇല്ലൽ ഇൻസാൻ, മനുഷ്യക്ക് മാത്രം കേൾക്കുകയില്ല. മനുഷ്യക്ക് ഇതൊരു വിഷയവും കേൾക്കുകയില്ല. ലൗ സമയഹു, എന്തേ മനുഷ്യ കേൾക്കില്ല? ആ വിഷയത്തെ മീത്ത് മനുഷ്യ മീത്ത് കേട്ടെങ്കിൽ സ്വയക, പേടിച്ചിട്ട് അപ്പമേ അവിടുന്ന് അവൻ അട്ടഹസിച്ച് മരിച്ചിട്ട് പോകണക്ക് ചാൻസസ് ഉണ്ടോ? അത്രയും വലിയ പേടിയായ വിഷയങ്ങളാണ് ബെടക്ക് മയ്യിത്ത് മുണ്ടേ. അതുകൊണ്ട് അള്ളാഹു അത് മനുഷ്യന്മാർക്ക് കേൾക്കണമെങ്കിൽ കൊടുത്തിട്ടില്ല. ആ ഒരു ശക്തി വേണ്ട. അസ്രിഉ ബിൽ ജനാസ, മയ്യിത്ത് നിങ്ങൾ എടുത്ത പോകുമ്പത്തിൽ വേഗം നടക്കോറുമല്ല പോവണ്ട.
എന്തുകൊണ്ട്? ഇതേ വിഷയമാണ്. നല്ലതുണ്ടായെങ്കിൽ, നല്ല മയ്യത്ത് ഉണ്ടായെങ്കിൽ നല്ല ಬೇಗರ್ತ ಬರು ಉಂಟು ಆ ಮಯ್ಯಿತು ಚೊಲ್ಡು അതുകൊണ്ട് ಬೇಗರ್ತ പോറു. ഓ ഇൻകാന സിവാദാലിക്ക ബെടക്ക് മയ്യത്ത് ഉണ്ടായെങ്കിൽ എന്നെങ്കിൽ ഫഷറുൻ നിങ്ങളെ ചുമലുള്ള നിങ്ങളെ കുഞ്ചിലുള്ളത് ഷറാണ്. തലഊനഹു അൻ്റെ കാവിക്കും എത്ര വേഗം അതിൽ കീഴ് വെച്ച് വിടോറോ തങ്ങ ചൊല്ലിട്ട് വേഗം നിർത്തവർ. ഏത് മയ്യത്തിനെയും ജനാസ നിങ്ങൾ ಬೇಗರ್ತ പോകണം. ಬೇಗರ್ತ ഓടിയോണ്ടു ചൊല്ലിയോണ്ടു മയ്യത്തിര അങ്ങനെ പോകണ്ടല്ല. തെല്ല് സാധാരണ എടുത്തിര കണ്ടിട്ട് സ്പീഡ് വേണം അത്ര. എന്തുകൊണ്ടിട്ടോ? നല്ല മയ്യത്തുണ്ടായെങ്കിൽ ആ മയ്യത്തിക്ക് അനുഗ്രഹങ്ങൾ വേഗം കിട്ടിട്ടുണ്ട്. ബെടക്കുണ്ടായെങ്കിൽ നിങ്ങളെ കുഞ്ചിൽ വെച്ച് ഷറായ മയ്യത്ത്, ഒരു ബെടക്ക് മയ്യത്ത് അതിൽ വേഗം ഒന്ന് കീലിട്ട് വിടോർ. ബാവ കീലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറുക്ക നിങ്ങൾ കബർക്ക് പോയിട്ട് താത്തി വിടറുണ്ട് അതിലർത്ഥം. ഇനിയും കേൾക്കണ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുടെ മാമിൻ മയ്യിത്തിൻ ഏതൊരു മയ്യിത്താവട്ടോ യൂദൗ അലാ സരീരിഹി കട്ടിലിൽ വെച്ചേണ്ടായെങ്കിൽ അവർ 3 ചവിട്ടടി നടന്നേണ്ടായെങ്കിൽ ആ 3 ചവിട്ടടി നടക്കലോടുകൂടെ മയ്യിത്ത് മുണ്ടുക തുടങ്ങോ. മനുഷ്യരും ജിന്നുകളല്ലാത്ത എല്ലാവരും അതിലെ ശബ്ദങ്ങൾ കേൾക്കോ. എന്തൊരു ചൊല്ലുടെ കൊണ്ടുണ്ട യാ ഇഖ്വത ഓ നന്റെ സഹോദരന്മാരെ, ഒയാ ഹമലത്തൻ ആയിഷ ഓ നന്റെ മയ്യിത്തിരെ എടുത്തു പോണ്ട ആൾമാരെ, ലാ തഗുറന്നകുമു ദുനിയാ കമാ ഗറത്നി ദുനിയാവ് നന്റെ ചൊമ്മ വഞ്ചിച്ചിര് അതുപോലെ നിങ്ങളെ വഞ്ചിക്കണ്ട. ദുനിയാവുടെ സുഖങ്ങടമ്പരക് ദുനിയാവുടെ സുഖത്തെ വിരോധത്തിൽ പോയിട്ട് ഞാൻ ആഖിറത്തെ മറന്നര നിങ്ങൾ അങ്ങനെ ആക്കിരണ്ട ഉപദേശിക്കൊടു. വലാ യലഅബന്ന ബികുമുസ് സമാൻ ടൈം നിങ്ങളെ കൊണ്ട് കളിക്കണ്ട. ടൈമൊക്കെ നിങ്ങൾ അല്ലാഹു തആല തന്ന വലിയ നിഅമത്താണ്, അത് നിങ്ങളെ കളിക്കണ്ട. കമാലായി ബബി നന്റെ കളിപാട്ടിയ പോലെ നിങ്ങളെ കളിപാട്ടിന് വേണ്ട ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കിരണ്ട. ഖല്ലഫ്തു മാ തറക്തു ഞാൻ വിട്ടതെല്ലാം ഞാൻ വിട്ടുപോയാൽ ഈ വറസത്തി നന്റെ അനന്തര സ്വത്തുകൾ എടുക്കടെ കുടുംബത്തങ്ക് വേണ്ടി ഞാൻ വിട്ടുപോയ. വദ്ദയ്യാനു യൗമൽ ഖിയാമത്തി യുഖാസിബുനി വയുഹാസിബുനി നാണ് അക്രമങ്ങളാക്കിയ ആൾമാർ, നാണ് വഞ്ചനാക്കിയ ആൾമാർ, കടയെടുത്തിട്ട് കൊടുക്കാത്ത ആൾമാർ, വഞ്ചനൽ ഇതുപോലത്തെ ആൾമാരെ വഞ്ചിച്ചിട്ട് ഞാൻ എർത്തെങ്കത്തെ സ്വത്ത് കബളിസിങ്കിത്ത ആൾമാർ കണ്ടിട്ട് 4 ഗലാട്ടാക്ക ഉണ്ടോ. വാൻ തസയ്യൂനി വതദഊനി നിങ്ങൾ എൻ്റെ ഇതാ ഒട്ടിಗೆ വന്ന് വിട്ടുപോയോണ്ടുള്ളാറ്. പക്ഷേ നിങ്ങൾ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് പോറോ. ഞങ്ങത് കേൾക്കില്ല. പക്ഷെ ഇത് കേൾക്കെടുത്ത് കൊന്തായ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊന്നതിൽ കേട്ടിട്ടെങ്കിലും മയ്യത്ത് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ വിചാരങ്ങൾ പറഞ്ഞു. യാ അഹ്ലി വയാ വലദി വലദി ഓ എന്നെ കുടുംബമേ, ഓ എൻ്റെ മക്കളെ, ലാ തൽഅബന്ന ബികുമുദ് ദുനിയാ ദുനിയാവ് നിങ്ങളെ കളിപാടാണ്ടിക്കെട്ട്. ജമാഅത്തുൽ മാല നാൻ സ്വത്ത് കൊട്ട് ചൊമ്മാക്കിയ മിൻ ഹല്ലിഹി ഹലാലായ സ്വത്ത് കുറെ ആക്കിരെ, ഒമിൻ ഗൈരിഹില്ലി ഹറാമായിട്ട് നയിക്കാണ്ട് വഞ്ചനാക്കിയിട്ട് ആരാരെ കട്ടിട്ടും എന്തെല്ലാക്കിയിട്ട് നാണ് കുറേ സ്വത്താക്കിയത്. പക്ഷേ ആരാർക്ക് നാ വിട്ടുപോയോണ്ടുള്ള ലാസ്റ്റ് അനുഭവിക്കണമായത് നാനാണ്. ആരാർക്ക് വിട്ടുപോയ സ്വത്തു കഷ്ടപ്പെട്ടിട്ട് ആക്രമിച്ചിട്ടുണ്ടാക്കിയ സ്വത്തുകൾ ഇത് ലാസ്റ്റ് ഞാനിപ്പോൾ അനുഭവിക്കേണ്ടി വേണ്ട വെച്ചിട്ട് ചൊല്ലുണ്ടായിരിക്കും. ഇനി സഹോദരങ്ങളെ, ദുനിയാവിൽ റബ്ബിനെ പേടിച്ചിട്ട് നല്ല നല്ല സ്വരങ്ങളായിട്ട് ജീവിച്ചെനിക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ആൾച്ചനാക്കണം. ഈ മയ്യത്ത് എടുത്തു പോകുമ്പോമേ അള്ളാഹു ഒരു നല്ല മയ്യത്ത് സ്വാലിഹായ മയ്യത്ത് കൊടുക്കണമെങ്കിൽ സ്വീകരണം നോക്കണം, ആദരിക്കൽ നോക്കണം, ഗൗരവാർപ്പണ നോക്കണം. ഇന്നൽ മലായികത ലതംശി അമാമൽ ജനാസ മലായിക്കത്ത് മയ്യത്തിന് മുന്നിൽ നടക്കുന്നുണ്ടായിരിക്കട് മയ്യത്തെടുത്ത് പോകുമ്പോൾ. പക്ഷെ ഉന്ന ആൾമാരുടെ ചൊല്ല മാ കദ്ദമ ഫുലാൻ ഓൺ എന്താക്കിരാ മാ തറക്ക ഫുലാൻ എന്തിനു വിട്ടുപോയിടാ എന്തിന് കബർ കെടുത്തോ പോയിടാ ഇങ്ങനെ നിങ്ങൾ അത് പഠിക്കോറെന്ന് ചൊല്ലുണ്ടായിരിക്കട്. ഹബീബ് റസൂലുള്ളാഹി തങ്ങളിട്ടിക്ക് ഒരു കേട്ടൊരു ചോദ്യം, മാ ജസാഉ മൻ ശയ്യഅൽ ജനാസ ഇബ്തിഗാഅ മർളാതിക് അള്ളാഹുടെ തൃപ്തി ആഗ്രഹിച്ചിട്ട് മയ്യത്ത് ഒട്ടിಗೆ പോയ ആൾമാരില്ലേ, അത് വലിയൊരു കൂലിയാണ്. ഞാൻ സാധാരണ മരിച്ചപ്പോൾ മരിച്ചൗത്ത് പോകണ്ടല്ലേ, ഇനി മയ്യത്ത് നോക്കി വന്നാലാ നാ ഇല്ല നാ പോണ്ടേ
ഞാൻ മയ്യത്ത് നോക്കി വന്നേ, വേഗം മയ്യത്ത് നോക്കിപ്പോ പിന്നെ മയ്യത്ത് പോണ്ടു, ഇങ്ങനെയല്ലേ ചോദ്യം? ഇങ്ങനെയല്ല കേൾക്കണായി, അതിക്ക് ഒരു ബലമില്ല. മയ്യത്ത് നോക്കടേക്ക് ഒരു കൂലിയുമില്ല. മയ്യത്ത് റൗത്ത് പോയിട്ട് കുടുംബത്തിൻ്റെ സമാധാന ഓതിരെ, ഖുർആൻ ഓതിരെ, ഓക്കെ, നല്ല വിഷയം. അതിൽ പിന്നെയും കിട്ടുന്ന കൂലിയായിട്ട് മയ്യത്ത് നടക്കുമ്പോൾ ഒട്ടികെ നടക്കടേ, വലിയൊരു കൂലിയുള്ള വിഷയം. മയ്യത്ത് നടക്കണമെങ്കിൽ മയ്യത്തിന് ഖബർസ്ഥാനത്ത് എടുത്തോ പോകുമ്പോൾ ഒട്ടിക നടന്നുകൊണ്ട് പോട്ടെ, വലിയ കൂലിയുള്ള വിഷയമാണ്. നിസ്കാരത്തേക്ക് കൂട്ടരേ, ഖബറെടുക്കുമ്പോൾ കൂട്ടരേ, ഇതെല്ലാം അല്ലാഹുവിന്റെ വലിയ കൂലിയുള്ള വിഷയമാണ്. ഇങ്ങനെ ആക്കിയ ആൾ മയ്യത്ത് എടുത്തു പോകുമ്പോൾ ഒട്ടികെ പോയ ആൾക്ക് എന്ത് കൂലി കിട്ടുമോ? ജസാഉഹു, ഈ മയ്യത്തിൽ ഒട്ടികെ പോകേണ്ട ആൾമാരില്ലേ, ഖബർക്ക് പോകുമ്പോൾ മയ്യത്ത് കട്ടിൽ പള്ളി എടുത്തു പോകുമ്പോൾ ഒട്ടികെ പോകേണ്ട ആൾമാരില്ലേ, അങ്ങനെയുള്ള കൂലി അൻ തശിയഹുൽ മലായികത്തു യൗമ യമൂത്ത്. ഈ മനുഷ്യ മരിച്ചേണ്ടായെങ്കിൽ, മയ്യത്ത് കട്ടിലൊട്ടിಗೆ പോകേണ്ട മനുഷ്യ മരിച്ചേണ്ടായെങ്കിൽ ഓൻ്റെ മയ്യത്ത് ആ കട്ടിലിൽ എടുത്തു പോകുമ്പോൾ ഓൻ്റെ സ്വീകരിക്കുക വേണ്ടിയിട്ട്, ഓൺക്ക് ഗൗരവാർപ്പണാക്കുക വേണ്ടി മലായികത്ത് കിട്ടുവാർ. എന്നിട്ട് ഫതുസല്ലി അലാ റൂഹിഹി ഫിൽ അർവാഹ്, ഓൻ്റെ മയ്യത്ത് നിസ്കരിക്കടെ ഈ കാണ്ട മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ മാത്രമല്ല, ഒരു ദോഷവുമാക്കാത്ത അല്ലാഹുവിന്റെ മുട്ട ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയേ, റബ്ബുടെ തൃപ്തി കരസ്ഥമാക്കിയേ മലായികത്ത് ഓണക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാറ്? നിസ്കരിക്കുവാറ്, വാർക്കുവാറ്. എത്ര വലിയ ഭാഗ്യമാണ്. അല്ലാഹു ഇതെല്ലാം നമുക്ക് തന്നിട്ട് അനുഗ്രഹിക്കുവാനാകട്ടെ. ദുനിയാവിൽ ഇങ്ങനത്തെ കുറേ സ്വരങ്ങളാക്കണം. കോട്ടികെട്ടുള്ള വർഷക്കാല ജീവിതത്തിൽ കാണാൻ നിങ്ങൾ പോയിക്കൊണ്ടുള്ളേ, അതിലൊന്നും ആൽച്ചനാക്കിയിട്ട് ദുനിയാവിടെ ഇങ്ങനത്തെ നന്മകളെ കൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണോ, നന്മകളെ കൊണ്ട് നിങ്ങൾ ഈ ദുനിയാവിടെ ടൈം നിങ്ങൾ പാസ്സാക്കണോ. ഇനി റൂഹ് ചൊല്ലൊരു വിഷയം, റൂഹുടെ ഒരു വിഷയം, റൂഹ് എവിടെ പോകേണ്ട ചൊല്ലൊരു വിഷയങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുകൊള്ളേ. കുറേ കിതാബുകളിൽ നിന്ന് ഞാൻ ശേഖരിച്ചുള്ള വിഷയമായിരിക്കും. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാമുടെ തദ്കിറ ചൊല്ലിയ കിതാബും, സുയൂത്തി ഇമാമുടെ ശർഹു സുദൂർ ചൊല്ലിയ കിതാബും, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമുടെ ഇഹ്യാവും അതിലെ ശർഹായ ഇത്ഹാഫും, റൂഹുടെ വിഷയത്തിലെ ചൊല്ലെങ്കിലത്തെ ചില കിതാബുകളും, ഇതെല്ലാത്തിലും നോക്കിയിട്ട് പരിശോധിച്ചിട്ട് മനസ്സിലാവുന്ന ചില വിഷയങ്ങളാണ് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കട്ടെ. ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലു, യസ്അലൂനക അനി റൂഹ്, നബിയെ നിങ്ങളുടെ ആൾമാർ വന്നിട്ട് റൂഹുടെ വിഷയം കേൾക്കുവാറ്. റൂഹ് എന്ത്, റൂഹ് എന്തിനെ ചൊന്ന് കേൾക്കുവാർ. റൂഹു ചൊല്ലുന്ന വസ്തു എന്തിനത്, അത് എങ്ങനെ ഇക്കട്, അതിലെ വിഷയം എന്തിന്, അത് എന്തിനായിട്ട് കേൾക്കുവാറ്. അപ്പ ഹബീബ് തങ്ങളോട് അല്ലാഹു തആല ചൊല്ലെ, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹു ചൊല്ലത് അത് എൻ്റെ അല്ലാഹു ആക്കിയങ്കത്തെ വിഷയങ്ങളാണ്, അല്ലാഹുടെ കാര്യത്തിൽപ്പെട്ട അല്ലാഹുടെ വിഷയത്തിൽപ്പെട്ട വിഷയമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന ഇൽമു ഭാരി തെല്ലായിട്ടിക്കട്, നിങ്ങൾ ഇതിന് പഠിക്കുക എത്രമോ വിഷയം ഗൊന്തില്ലാത്ത നിങ്ങളെ മുന്നിലുണ്ടോ. ഈ ആയത്തിന് അർത്ഥം തരേ, റൂഹുടെ വിഷയം അങ്ങ് കേൾക്കുക തീരാ. അങ്ങനെ എന്ത് ഉത്തരം ചൊല്ലേ, റൂഹുടെ വിഷയം കേൾക്കുക തീരാ ചെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം തരേ, റൂഹു എന്തിനെ ചെന്നിട്ട് കേൾക്കുക തീരാ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലു, വലം യഅ്ദൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതകല്ലമ ഫീഹാ, റൂഹുടെ വിഷയമുണ്ടകൂ, റൂഹുടെ ക്ലാസ് എടുത്തു കൊടുക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങകെ സമ്മതം കൊടുത്തിട്ടില്ല, പെർമിഷൻ ഇല്ല റൂഹുടെ വിഷയം ആൾമാരെ ചൊല്ല തീരാ. വല അൻ യസീദ അല അൻ യഖൂല, ആർക്ക് റൂഹുടെ വിഷയം കേട്ടെങ്കിൽ ഇത് എൻ്റെ റബ്ബുടെ വിഷയം അത്രേ ചൊല്ലണം, വേറെ എന്ത് ചൊല്ല തീരാ. ഫലൈസ ലി അഹദി മിനൽ ഉലമാഇ ദീൻ, ദീൻ്റെ പണ്ഡിതന്മാർ ഒരിക്കലും റൂഹുടെ രഹസ്യങ്ങൾ ചൊല്ലുക തീരാ. ചിലപ്പോൾ പല നിലക്കും പഠിച്ചിട്ട് കൊന്തായെങ്കും അത് വാത് ചൊല്ലുകൊള്ളതല്ല, ആൾമാർ പ്രചരിപ്പിക്കുകൊള്ളതല്ല, അത് മുണ്ടാണ് തയ്ക്കണോ. പിന്നെ വഇന്നമൽ മഅ്ദൂനു ഫീഹി, റൂഹുടെ വിഷയത്തിൽ നമുക്ക് പെർമിഷനുള്ള വിഷയ ആൾമാർക്ക് ചൊന്നു കൊടുക്കൂ. പെർമിഷനുള്ള വിഷയം എന്നേ ദിക്റു ഹാലി റൂഹി ബഅദൽ മൗത്ത്, മരിച്ചൽ പിന്നെ റൂഹ് എവിടെക പോണ്ടു എന്തിനാക്കട്, ഇതൊരു വിഷയം ആൾമാർക്ക് ചൊല്ലുക പെർമിഷൻ ഉണ്ട്. ഇത് ഹദീസിലുള്ള വിഷയമായിരിക്കും. റൂഹ് എന്തിനെ ചൊന്ന വിഷയവും അതിലെ ഹക്കീക്കത്ത് എന്തിരെ അത് ഞങ്ങൾ പഠിക്കുകയില്ല, അത് ചൊന്നു കൊടുക്കുകയുമില്ല. പിന്നെന്തിനെ പഠിക്കുകയില്ലേ, റൂഹ് മരിച്ചൽ പിന്നെ എവിടെക പോണ്ടോ അത് എവിടിക്കടെ ചൊല്ലൊരു വിഷയം. ഒന്നാമത്തെ ഉത്തരയ്ക്ക് ബഹുമാനപ്പെട്ട സുബൈദി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലത്,
ഫലൈസലിൽ അർവാഹി സായിദിക വ ഷഖീക മുസ്തഖറും വാഹിദ്. റൂഹു നല്ലതാവട്ട് ബെടക്കാവട്ട് ഒരേ ജാഗലിക്കിടെന്ന് ചൊല്ലതാവില്ല, ഒരേ ജാഗലിക്കിടെ അങ്ങനെ ചൊല്ലതാവില്ല. വക്കുല്ലുക അലഖ്തിലാഫി മഹാലിക, എല്ലാ റൂഹുകളും വേറെ വേറെ ജാഗ വ്യത്യാസവും അത് പോയിട്ട് ഇക്കടെ പോയിട്ട് ഒരു ജാഗയിൽ ദയിക്കടെ അതിലെ വ്യത്യാസവും അതെല്ലാം വ്യത്യാസം എന്നിട്ട് എന്തിരിക്കട് ഇത്തിസാലും അതൊക്കെ ഒരു ബന്ധിക്കട് അജസാദിക ശരീരവുമായിട്ട് ബന്ധിക്കട്. അപ്പോൾ മനുഷ്യരുടെ റൂഹ് മരിച്ചാൽ പിന്നെ ഖബറിലേക്കട് ഇന്നാലിന്ന ജാഗയിലേക്കട് ചൊല്ലോല്ലേ വ്യത്യസ്തങ്ങളായ ജാഗലിക്കും അത് എവിടെക്കട്ട് കോട്ടിക്കട്ടിലെ കിലോമീറ്റർ ദൂരമുള്ള ജാഗയിൽ ഇന്നെങ്കും ഖബറുമായിട്ടൊരു ബന്ധക്കിക്കട്. എന്തിനു വേണ്ടിയിട്ട്? ആ തടിക്ക്, ഖബറിലുള്ള തടിക്ക് ഒന്നാ സുഖ കൊടുക്കണു അല്ലെങ്കിൽ അതാപ് കൊടുക്കണു. നല്ലേക്ക് സുഖ കൊടുക്കണു, വിടക്ക് അതാപ് കൊടുക്കണം. അതിക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കും ഖബറായിട്ട് ഖബറിലുള്ള തടിയായിട്ട് റൂഹുകൊരു ബന്ധക്കിടുണ്ടായിട്ടിക്കട്. അപ്പോൾ ഇനിയും ബഹുമാനപ്പെട്ട ഇമാമിങ്ങ ചൊല്ലെ റൂഹു പോണ്ടവൻ്റെ വിഷയ മനുഷ്യരുടെ റൂഹ് മരിച്ച റൂഹ് പോണ്ടവൻ്റെ വിഷയത്തിലെ ഉള്ളേ കലംഹിൽ ബസർ, ഒരു കണ്ണ് ചിമ്മിടത്ര ടൈമു ഒരു സെക്കൻഡും ഇല്ല, മൈക്രോ സെക്കൻഡായിട്ടിക്കോ അത്രയും ചെറിയ സെക്കൻഡിനെ കാണ്ടി കൊരടിയുള്ള സെക്കൻഡ് അത്ര ചെറിയ ടൈമിലോ ആ റൂഹു ഖബറിൽ നിന്നിട്ട് ആകാശത്ത് പോയിട്ട് എത്തൂ. ആകാശത്ത് നിന്നെങ്കിൽ ഒരു വിജ്ഞാനിയും ഇതുവരെ ആകാശത്തേക്ക് എത്തിയിട്ടില്ല. ഇന്ദ്രമംഗളഗ്രഹത്തും അതിലപ്പുറത്തെ ഗ്രഹത്ത് പോയിട്ട് എത്തിയെങ്കും ആകാശാച്ചെന്നത് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അതിൻ്റെ അപ്പുറമുള്ള ഇനിയും അപ്പുറം. അപ്പം അങ്ങനത്തെ അത്രയും കോട്ടിക്കെട്ടിലെ ദൂരമുള്ളെങ്കിലത്തെ ആകാശ അല്ലേ, ആ ആകാശത്തേക്ക് റൂഹു സെക്കൻഡുകൾ കൊണ്ടുപോയിട്ട് പണ്ടുണ്ടായിട്ടിക്കട്. ആ ലോകം അങ്ങനത്തെ ഒരു ലോകമായിട്ടിക്കട്. എന്നിട്ട് ആ റൂഹു ബർസഖിൽ വ്യത്യസ്തങ്ങളായ ശൈലിയിലിക്കോ എല്ലാവരുടെ റൂഹും ഒരുപോലെ ഐക്കടല്ല, ചൊമ്മ വ്യത്യാസങ്ങളിക്കോ ഈ വിഷയത്തിൽ. ഫൈൻഡ കുല്ലം മിൻഹ വാരിദുൻ അലാ ഫരീഖി മിനന്നാസ് ബിഹസിബി ദറജാതിഹിം ഫി സഅദതി വശഖാവ. ആ റൂഹുക്ക് പല ഘട്ടങ്ങളുണ്ടോ, പല സ്ഥാനങ്ങളുണ്ടോ. ഉന്നത സ്ഥാനത്തിരിക്കുന്ന റൂഹുണ്ടോ, തെല്ല് കീല സ്ഥാനത്തിരിക്കുന്ന റൂഹുണ്ടോ. കീല സ്ഥാനത്ത് അത് മനുഷ്യന്മാരാക്കിയ നന്മകളും തിന്മകളും മേൽ ഡിപ്പെൻഡായിട്ടിക്കട് ആ റൂഹു അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കൂടെ സ്ഥാന വ്യത്യാസങ്ങൾ നാം മനസ്സിലാക്കി വയ്ക്കണം. അപ്പം ഞങ്ങളെ റൂഹു മറിച്ചൊരു പിന്നെ എത്ര വർഷക്കാലം ആ ഖിയാമത്ത് ഞങ്ങളെ കൊണ്ട് ചൊല്ലകാവില്ല. ഖിയാമത്ത് വിഷയം നല്ലതുപോലെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ടൈമിലൊക്കെയും ഞങ്ങളെ റൂഹു വളരെ സന്തോഷത്തിലിരിക്കണോ, വലിയ സ്ഥാനത്തിലിരിക്കണോ, ഈ കിട്ട് ചെറിയ ആയുസ്സിന് നല്ലതിക്ക് വേണ്ടി ചിലവാക്കണം. അപ്പം അതുകൊണ്ടിട്ടു റൂഹു എവിടെ ഇക്കട് ചൊല്ല വിഷയത്തിൽ ഇനിയും ഇമാമിങ്ങ ചൊല്ലെ ഇഖ്തിലാഫ് വ്യത്യാസങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ സാമാന്യ മുഅ്മിനീങ്ങളെ റൂഹുകു ഒരു ജാഗയുണ്ട്. ഷഹീദുകൾ ആയിട്ട് രക്തസാക്ഷിയായെങ്കത്തെ റൂഹുകു പ്രത്യേകമായ ചില ജാഗയുണ്ട്. പിന്നെ മുസ്ലിമീങ്ങളെ മക്ക മരിക്കിടാറ്, ചെറിയ മക്ക മുസ്ലിമീങ്ങളെ അങ്ങനെ റൂഹുക്ക് ഒരു ജാഗയുണ്ട്. അതേപോലെ കുഫാറുകൾ മുശ്രിക്കീങ്ങളെ റൂഹു അങ്ങനെ റൂഹുക്ക് ഒരു ജാഗയുണ്ട്. ഇത് നാലും വ്യത്യസ്തങ്ങളായ ജാഗയായിട്ടിക്കിടും. ആ കൂട്ടത്തിൽ സാമാന്യ മുഅ്മിനീങ്ങളെ റൂഹു സാമാന്യ നല്ല സ്വറാക്കിയിട്ട് നല്ല നിലയ്ക്ക് ജീവിച്ചെങ്കത്തെ മുഅ്മിനീങ്ങളെ റൂഹു പോയിട്ട് ഇക്കടെ ജാഗ വന്നോ അർശിരെ തെനലിൽ ഒരു ബെൽറ്റ് പക്ഷികളെ ഒരു റൂപ്പുണ്ട്. ആ റൂപത്തിൽ പോയിട്ട് ഇക്കിട്ടുണ്ടാണ് ഒരു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ ഇമാമിങ്ങ ചൊല്ലെ അത് ചില റൂഹുകളുടെ പ്രത്യേകത ആയിട്ടിക്കട. അങ്ങനെ അർശിരെ തെനലിലുള്ളെങ്കത്തെ ബെൽറ്റ് പക്ഷിയുടെ ആ റൂപത്തിലിക്കട്. മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലത് റൂഹുടെ അല്ലാഹു തആല ഇങ്ങനെ വിട്ടുവിട്ടിക്കട്. എന്നാൽ ഇന്ന് ഇഷ്ടപ്പെട്ട ജാഗയിൽ പോയിട്ട് പറ, അത്ര സ്വാതന്ത്ര്യം കൊടുക്കും. സ്വർഗത്തുക്ക് പോവാ, ആകാശത്ത് പോവാ, ഔത്തുക്ക് പോവാ, എവിടെയും പോവാ, അങ്ങനെ വിട്ടുവിട്ടിക്കട്. ഇത് ചില റൂഹുകൾ അല്ലാഹു തആല കൊടുക്കുന്ന സ്ഥാനങ്ങളാണ്. പിന്നെ ചില ഇമാമിങ്ങൾ ചൊല്ലെ പച്ച പക്ഷികളുണ്ട്. ആ പക്ഷികളെ ഉൾഗത്തിലാണ് റൂഹിക്കട്. സ്വർഗത്തുക്ക് വിയാർച്ചപ്പ പോയിട്ട് ചുറ്റിട്ട് പണ്ട് ഈ ആ പക്ഷി അതിലെ ഉൾഗത്ത് റൂഹിക്കട് ചെന്നിട്ട് ഇങ്ങനെ ചില ഇമാമിങ്ങൾ ചൊല്ലാറ്. പിന്നും ചില ഇമാമിങ്ങൾ ചൊല്ലെ ഇമാമിങ്ങൾ ഇങ്ങനെ അഭിപ്രായിച്ചിട്ടെങ്കും
ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ബഹുമാനപ്പെട്ട സുബൈദി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലിട്ട് ഇത് അഭിപ്രായങ്ങളല്ല, ഓരോരോ മനുഷ്യരെ നന്മകൾ അനുസരിച്ചിട്ട് ഔണാക്കിയ സ്വാലിഹായ സ്വരങ്ങൾ അനുസരിച്ചിട്ട് ഗ്രേഡ് വ്യത്യാസങ്ങളായിരിക്കട്. ഇത് ഓരോരുത്തർക്കും ഓരോരോ നിലക്കുള്ള സ്ഥാനങ്ങളാണ് ഉണ്ട്. അപ്പോൾ ഇനൊരു വിഷയമായിരിക്കട് സറാസീർ ചൊല്ലിട്ട് പക്ഷിരെ ഉൾഗത്തിലിക്കട്. സറാസീർ ചൊല്ലിട്ട് പക്ഷി ഏത്? ഒരു ബെൽപ്പും അതേപോലെ മഞ്ഞ കളറും ഉള്ളേ പുള്ളി ഉള്ളേ ഒരു പ്രത്യേകമായ ഒരു കറുത്ത പക്ഷി അതിനുമേൽ പുള്ളിയുണ്ട്. വെളുപ്പ് കളർ പുള്ളിയുമുണ്ട്, മഞ്ഞ കളർ പുള്ളിയുമുണ്ട്. വളരെ സുന്ദരമായ ഒരു പക്ഷിയാണത്. അപ്പോൾ ആ പക്ഷി ഞങ്ങൾ കാണുകൊണ്ടില്ല. ആ പക്ഷിയുടെ ഉൾഗത്തിൽ നിങ്ങൾ ഊഹിക്കൂ. അത് സ്വർഗത്തേക്ക് പോയിട്ട് സ്വർഗത്തെ ഫലങ്ങൾ വേനായത്ര തിന്നുകൊണ്ടിക്കോ. എന്നിട്ട് മുന്നോട്ട് മറിച്ചങ്ങ അങ്ങായിട്ട് പരസ്പര മുണ്ടി ഉണ്ടും ടൈം പാസ്സാക്കി ഉണ്ടും ഇങ്ങനെ ഇക്കൂ. സ്വർഗത്തെ എല്ലാ റിസ്കുകൾ കൊടുക്കൂ, സ്വർഗത്തെ തന്നികൾ കുടിക്കൂ. അതുപോലെ സ്വർഗത്തെ അർശര കീഴുള്ളെങ്കത്തെ എന്തിനായിട്ട് ബംഗാരെ ചിദ്ദിയിൽ ലൈറ്റെല്ലാം ഉണ്ട്, അതിലടിയിൽ പോയിട്ട് തെച്ചോണ്ടിക്കോ. അവിടെ പോയിട്ട് ടൈം പാസ്സാക്കിക്കൊണ്ടിക്കോ. എന്നിട്ട് ദ്വാർന്നുകൊണ്ടിക്കോ, അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തങ്ങ ഞങ്ങളെ ഇഷ്ടപ്പെട്ടങ്ങളെ ഞങ്ങളെ ഈ ഭാഗത്തേക്ക് നീ എത്തുപാട്ട് ചെന്നിട്ടു. ഇങ്ങനെയും അതേപോലെ എന്തായിട്ടിക്കട് ഇനിയും ചില ഇമാമിങ്ങ ചൊല്ലത് 7ാമത്തെ ആകാശത്തിൽ റൂഹ് പോയിട്ടിക്കൊണ്ടായിട്ടിക്കട്. സ്വർഗത്തിലുള്ള സ്ഥാനങ്ങൾ നോക്കിക്കൊണ്ടിക്കൊണ്ടായിട്ടിക്കട്. ബൈലാഹ് ചൊല്ലിട്ട് ജാഗിലായിട്ടിക്കട്. ആ ജാഗൽ മുഅ്മിനീങ്ങളുടെ റൂഹെല്ലാം ഒട്ടുകൂട്ട ജാഗ ആയിട്ടിക്കട്. അപ്പോൾ ഒരു ദുനിയാവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടായെങ്കിൽ ആ റൂഹ് ബന്ന സാത്തുക്ക്, ദുനിയാവിൽ നിന്ന് ബന്ന സാത്തുക്ക് ആ റൂഹ് ഇട്ടിക്ക് ദുനിയാവുടെ വിഷയങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കൂ. ഒരാൾ ഗൾഫിൽ വന്നെങ്കിൽ ഔട്ട് വിഷയം ഞാൻ കേൾക്കട, അല്ല റായത്തെ ഒരാൾ ഗൾഫ് പോയിട്ടാകുമ്പോൾ റായത്തെ വിഷയം ആലായിട്ട് കേൾക്കടാറ്. അതേപോലെ റൂഹ് പോയ സാത്തുക്ക് മുന്നൽ മറിച്ച റൂഹെല്ലാം ദുനിയാവുടെ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ. അങ്ങനെ 7ാമത്തെ ആകാശത്തെ ബൈലാഹ് ചൊല്ലിട്ട് ജാഗ്രതയ്ക്കോ. ഇങ്ങനത്തെ ഇത് സാമാന്യ മുഅ്മിനീങ്ങളെ എന്തായിട്ടിക്കട്ടെ റൂഹുകു അള്ളാഹു കൊടുക്കൂടെ വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളാണ്. അള്ളാഹു ഇതിൽപ്പെട്ട ഉന്നതമായ സ്ഥാനത്തിൽ ഞങ്ങളുടെ റൂഹുടെ അള്ളാഹു താൻ ആക്കിയിട്ട് ആ ശാശ്വതമായ ലോകത്തെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുക്ക് വേനായ എന്തൊരു നല്ല സ്വരങ്ങളുണ്ടാ മരിക്കരോടത്തോട് ചൊമ്മ ആക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥാനങ്ങൾ കിട്ടയ്ക്ക് തടസ്സമായിട്ട് എന്തിനുണ്ടാ അതെല്ലാത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്നിട്ട് ദൂറാക്കിയിട്ട് സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തുമാറാകട്ടെ.